നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. പിണങ്ങാൻ മാത്രമെന്തേ എന്നാണ് കവിതയുടെ പേര്. നമ്മുടെ ജീവിതം ഒരൊഴുക്കിൽ അങ്ങനെ നീങ്ങുകയാണ്. ഇവിടെ വേദവും വേദാന്തവും ഒന്നുമല്ല പറയുന്നത്. മനസ്സുകളുടെ അടുപ്പം, മനസ്സ് എന്നുള്ള ഒരു മഹാസമുദ്രം, അത് എങ്ങോട്ടാണ് ഒഴുകുക എന്ന് പറയാവതല്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സൃഷ്ടികളെല്ലാം തന്നെ. ഭാവനയുടെ ചിറകിലേറി വളരെ ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും അനുഭവങ്ങളുടെ പേരിലേറി മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് എൻ്റെ ഓരോ സൃഷ്ടികളും പിറവിയെടുത്തിട്ടുള്ളത്. അജ്ഞാതമായ പലതും നമ്മളെ നയിക്കുന്നുണ്ടാവാം. പക്ഷെ സ്നേഹം, ആത്മബന്ധം എന്നിവ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉറഞ്ഞ് തുള്ളി പുറത്തു വരണം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഏടാണ്. എൻ്റെ സ്വന്തം പെങ്ങൾ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണാൻ പോവുകയും അവിടെ വച്ച് ഞങ്ങൾ തമ്മിൽ മോശമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ സമയത്തുള്ള എൻ്റെ ചേച്ചിയുടെ മറുപടി എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടുന്ന്, ആ വീട്ടിൽ നിന്ന്, അവിടുത്തെ വീടിൻ്റെ വാതിൽ അടച്ചിട്ട് ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ ബൈക്കിൽ കയറി എൻ്റെ വീട്ടിലേക്ക് വരികയാണ്, തറവാട്ടിലേക്ക്. അന്ന് ആ ഒരു പൊട്ടിത്തെറി, ആ ഒരു നിമിത്തം മാന്യതയില്ല. ഞാനും ഒന്നും മോശമായി പറഞ്ഞില്ല, ചേച്ചിയും ഒന്നും മോശമായി പറഞ്ഞില്ല. സംസാരത്തിൻ്റെ ഒഴുക്കിൽ എവിടെയോ ഒരു കല്ലുകടി, അത്രമാത്രം. പക്ഷെ അത് മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. വർഷങ്ങളുടെ ദൈർഘ്യം. ചേച്ചിക്ക് എന്നെ കാണണമെന്നും എനിക്ക് ചേച്ചിയെ കാണണമെന്നുള്ള തോന്നൽ ഉടലെടുത്തതേയില്ല. നീണ്ട 20 വർഷക്കാലം. 20 വർഷക്കാലത്തിന് ശേഷം ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചേച്ചിയും ഭർത്താവും അവിടെ വരികയും 20 വർഷത്തെ മാറ്റങ്ങൾ, കാലചക്രം കറങ്ങിത്തിരിഞ്ഞതിൻ്റെ മാറ്റങ്ങൾ ഞാൻ സംശയലേശമന്യേ അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, ചേച്ചിയല്ലേ എന്ന്. മുടിയെല്ലാം നരച്ച്, മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെ ഭാവത്തിൻ്റെയും എല്ലാം മാറ്റങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഇളയതാണ് ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ച് ചേച്ചിയെയും ഭർത്താവിനെയും എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സന്തോഷമായി അവരെ യാത്രയാക്കി. അതിനുശേഷം പലപ്പോഴും കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇത് പറയുമ്പോൾ എൻ്റെ ചേച്ചി ഈ ഭൂമി വിട്ടുപോയിട്ട് 1 വർഷം തികയുകയാണ്. അപ്പോൾ അറിയാതെ മനസ്സിൽ നിന്നും തോന്നിയ ഒരു ചിന്ത, എന്താണ് ഈ പിണക്കങ്ങൾക്കെല്ലാം കാരണം? പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് മടങ്ങേണ്ട ഒരവസ്ഥയാണ് ഓരോരുത്തർക്കും. പക്ഷേ കാലം നമ്മളിൽ കോറിയിട്ട പല അനുഭവങ്ങളും പല ഓർമ്മകളും നമ്മുടെ മനസ്സിനെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ അവ കേട്ടുകൊണ്ടേയിരിക്കും. ആ ശബ്ദം,
ആ നോട്ടം, ആ ഭാവം, ആ ചലനങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇന്ന് അങ്ങനെ ഒരു ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു കവിതയാണ് പിണങ്ങാൻ മാത്രമെന്തേ എന്നുള്ള കവിത. ആ കവിത ഇവിടെ ആലപിക്കുമ്പോൾ കാലം കരുതി വെച്ച മനസ്സിന് ഒന്ന് തൊട്ടു തലോടിപ്പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അറിയാതെ ചിന്തിച്ചു പോയി. സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം, സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം, അനുഭവങ്ങളുടെ ചിന്തയിൽ നാദപൂരിതം. സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം, അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം. കേട്ടു കേട്ടു മനസ്സിനെ താരാട്ടാം പലവട്ടം, കേട്ടു കേട്ടു മനസ്സിനെ താരാട്ടാം പലവട്ടം. കേൾവിയിൽ സ്വരഭേദങ്ങൾ ഉണ്ടാവാൻ തോന്നിടുമ്പോൾ, സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം, അനുഭവങ്ങളുടെ ചിണ്ടയിൽ നാദപൂരിതം, അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം. തുടരും ഈ കവിതയുടെ വരികളും ദൃശ്യങ്ങളും കാണുക, ചിന്തിക്കുക, ഇതേക്കുറിച്ച് പ്രതികരിക്കുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.